ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കോട്ടയം കോഴിക്കോട് ജില്ലകളുടെ LDC പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ കീയുടെ വിശദമായിട്ടുള്ള അനാലിസിസിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ട് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 26ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന ടോപ്പിക്ക് ഈ തവണത്തെ LDC എക്സാമിൽ എല്ലാത്തിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം മുന്നത്തെ ഇതുപോലുള്ള LDC എക്സാമിന്റെ ആൻസർ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ടവർക്ക് അറിയാൻ പറ്റും. പെട്ടെന്ന് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കാം. ഉപരാഷ്ട്രപതിയെ 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന 5 വർഷത്തേക്കാണ്. ഇലക്ട്രൽ കോളേജ് ആണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അത് ശരിയാണ്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളല്ല. അതും ശരിയാണ്. അപ്പൊ ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ചോദിക്കുമ്പോൾ 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയെയാണ്. അത് ശരിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. അതും ശരിയാണ്. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. സുപ്രീം കോടതിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിലൊക്കെ പ്രസിഡന്റ് ഉപദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് നൽകാനായിട്ടുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ട്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബോവ് ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? 3 വിഷയങ്ങളാണ് തന്നേക്കുന്നത്. അതായത് നമ്മളുടെ ഭരണഘടനയിൽ പ്രധാനമായിട്ടും 3 ലിസ്റ്റുകളിലായിട്ടാണ് വിഷയങ്ങളെ തിരിച്ചിരിക്കുന്നത്. ഒന്ന് യൂണിയൻ ലിസ്റ്റ്, മറ്റൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റ്, മറ്റൊന്ന് കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന കേന്ദ്ര ലിസ്റ്റ് അഥവാ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. വിദേശകാര്യം എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ കൃഷി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇതില് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിൽ ശരിയായിട്ടുള്ളതെന്ന് പറയുമ്പോൾ വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫും ആണ് വരുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1ഉം 2ഉമാണ് കേന്ദ്ര ലിസ്റ്റിൽ അഥവാ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ. കൃഷി വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണെന്നും ഓർത്തിരിക്കുക. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലുള്ള ഒരു വിഷയമാണ്. അത് ശരിയാണ്. പൊതുജനാരോഗ്യം അഥവാ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു വിഷയമാണ്. വനം കൺകറന്റ് ലിസ്റ്റിലാണ്. അത് ശരിയാണ്. സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരങ്ങളിൽ വരുന്നതാണ്. സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരം. അപ്പൊ ശിഷ്ടാധികാരം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ഈ 3 ലിസ്റ്റിലും പെടാത്ത ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ റെസിജ്വറി പവേഴ്സ് അഥവാ ശിഷ്ടാധികാരങ്ങളിലാണ് വരുന്നത്. അപ്പൊ ആ ശിഷ്ടാധികാരങ്ങളിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനായിട്ട് സെൻട്രൽ ഗവൺമെന്റിനാണ് അഥവാ കേന്ദ്ര ഗവൺമെന്റിനാണ് അധികാരം വരുന്നത്. അപ്പോൾ സൈബർ നിയമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് സൈബർ സ്പേസ് ഒന്നും കാര്യമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം നിയമങ്ങളൊന്നും ആ സമയത്ത് ഈ ലിസ്റ്റിലൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ അതിനുശേഷം വന്നതായതുകൊണ്ട് തന്നെ അത് റെസിജ്വറി അധികാരങ്ങൾ അഥവാ ശിഷ്ടാധികാരങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പൊ സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരങ്ങളിൽ വരുന്നതാണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓൾ ഓഫ് ദി എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 73ാം ഭേദഗതിയെ ചെറുഭരണഘടന എന്നറിയപ്പെടുന്നു. അത് 73ാം ഭേദഗതിയല്ല, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാമത് ഭരണഘടനാ ഭേദഗതി. 1976-ലെ 42ാമത് ഭരണഘടനാ ഭേദഗതിനെയാണ് ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് 73ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് അറിയണല്ലോ. അത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആയിരുന്നു 73ാമത്തത്. അത് 1992-ലാണ് ഒരു അമെന്റ്മെന്റ് ആക്ട് വരുന്നത്. അതിനോടൊപ്പം തന്നെ വന്നതാണ് 74ാമത്തെ ഭേദഗതി. അത് മുനിസിപ്പാലിറ്റീസ് അഥവാ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നതാണ് 74ാമത്തെ ഭേദഗതി. അപ്പൊ അടുത്ത സ്റ്റേറ്റ്മെന്റ് വരുന്നത് അതാണ്.
74-ാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു. 1992-ലെ 74-ാം ഭേദഗതിയിലൂടെയാണ് നഗരപാലിക സമ്പ്രദായം അഥവാ മുനിസിപ്പാലിറ്റീസ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. അത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. സുപ്രീം കോടതിക്ക് റിട്ട് അധികാരമുണ്ട്, ഹൈക്കോടതിക്ക് റിട്ട് അധികാരമുണ്ട്. സുപ്രീം കോടതിയുടെ റിട്ട് അധികാരത്തെ പറ്റി പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ 32-ാമത്തെ ആർട്ടിക്കിളിലും ഹൈക്കോർട്ടിന്റെ റിട്ട് അധികാരത്തിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 226-ലുമാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ഇതിൽ ശരിയായത് ചോദിക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത്. 2ഉം 3ഉമാണ് ശരി. ഒന്നാമത്തതിൽ തെറ്റ് പറഞ്ഞു തന്നല്ലോ. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് 42-ാമത് ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ചെയർപേഴ്സൺ ശ്രീമതി സതി ദേവിയാണ്. ശരിയാണ്. ഇപ്പോഴത്തെ കേരള വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ സതി ദേവിയാണ്. സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. ശരിയാണ്. കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനായിട്ടുള്ള അധികാരം വനിതാ കമ്മീഷന് കൊടുത്തിട്ടില്ല. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂവിൽ എന്ത് നടപടികൾ സ്വീകരിക്കണം എന്ന് സർക്കാരിനോട് റെക്കമെൻഡ് ചെയ്യാം, ശുപാർശ ചെയ്യാം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് വനിതാ കമ്മീഷന് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പ്രശ്നത്തിന്മേൽ എന്തെങ്കിലും ശിക്ഷാ നടപടി സ്വീകരിക്കാനായിട്ടുള്ള അധികാരം ആർക്കില്ല? കമ്മീഷനില്ല. അപ്പൊ ഇതിൽ ശരിയായ പ്രസ്താവന ചോദിക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? എ ഷാജഹാൻ ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ശരിയാണ്. ഇപ്പോഴത്തെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം. അല്ല, നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല, പകരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ത് ചെയ്യുന്നത്? നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. പാർലമെന്റിലെ 2 ഹൗസുകളായിട്ടുള്ള ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും നിയമസഭകളിലേക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലേക്കും ഉള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പോ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്താനായിട്ടുള്ള ധർമ്മമൊന്നുമില്ല. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക, അതാണ് ആരുടെ ധർമ്മം? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ധർമ്മം. അതായത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതിലേക്കൊക്കെ തിരഞ്ഞെടുപ്പ് നടത്തലാണ് ആരുടെ ഡ്യൂട്ടി? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടി. അപ്പൊ അത് ശരിയാണ്. അപ്പൊ ശരിയായ പ്രസ്താവന ചോദിക്കുന്നതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്, 2 തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ചോദിക്കുന്നത്. 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. ശരിയാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ സമയത്ത് 10 മൗലിക കർത്തവ്യങ്ങൾ ഉണ്ടായുള്ളൂ. 11ാമത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അപ്പൊ 11 എണ്ണം ഇപ്പൊ ടോട്ടൽ ഉണ്ട്. അനുച്ഛേദം 51A-യിലാണ് കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. ശരിയാണ്. ആർട്ടിക്കിൾ 51A-യിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഭരണഘടനയിലെ ഭാഗം 4A-യിൽ കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതുപോലെ പാർട്ട് വരുന്നത്, ഈ പറയുന്ന മൗലിക കർത്തവ്യങ്ങളുടെ പാർട്ട് വരുന്നത് 4A ആണ്. അതും ശരിയാണ്. അപ്പോൾ ഇതിലെ എല്ലാം ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ്. കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കാറ്റലിൻ കാരിക്കോ ആണ് ഈ ഒരു നൊബേൽ സമ്മാനം നേടിയത്. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? ഈ ഒരു ന്യൂസ് എപ്പോഴും നമ്മുടെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വരാറുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയില് 1952 ആയപ്പോഴേക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ചീറ്റ ഫുള്ളായിട്ട് എന്തായി പോയി? വംശനാശം സംഭവിച്ചു പോയി. പിന്നെ ഇന്ത്യയിൽ ഒരൊറ്റ ചീറ്റ ഇല്ല 1952 ആയപ്പോഴേക്കും. അപ്പൊ പിന്നീട് ഇന്ത്യ ശ്രമങ്ങൾ നടത്താൻ തുടങ്ങി. ആഫ്രിക്കയുടെ പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ചീറ്റേനെ കൊണ്ടുവന്നിട്ട് ഇവിടെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തി തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് 2022 ഇന്ത്യയിലേക്ക്
ആദ്യമായിട്ട് ചീറ്റകളെ കൊണ്ടുവരുന്നത്. നമീബിയനും സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ ആയിട്ടാണ് 10-20 ചീറ്റേനെ കൊണ്ടുവന്നത്. അപ്പൊ ഇപ്പൊ ന്യൂസിൽ അത് ഇടയ്ക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ കൊണ്ടുവന്ന ചീറ്റകളിൽ കുറെ എണ്ണൊക്കെ പല കാരണങ്ങൾ കൊണ്ട് മരണപ്പെട്ടു. അപ്പൊ ആ ഒരു ന്യൂസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പൊ അതിലെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ കൊണ്ടുവന്ന ചീറ്റകൾ ഇന്ത്യയിലെ ഏത് നാഷണൽ പാർക്കിലാണ് കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്? മധ്യപ്രദേശിലുള്ള കുനോ ദേശീയോദ്യാനം അഥവാ കുനോ നാഷണൽ പാർക്കിലാണ് ഈ പറയുന്ന ചീറ്റകളെയൊക്കെ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, കുനോ ദേശീയോദ്യാനം. അത് വരുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. അപ്പൊ ഇതില് ഇൻസുലിനും ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഹോർമോൺസ് ആണ്. പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ്, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ആണ് ഇതൊക്കെ, ഇൻസുലിനും ഗ്ലൂക്കഗോൺ. അപ്പൊ അതെല്ലാം. പിന്നെ കാൽസിറ്റോണിനും പാരാതെർമോണും, അത് രണ്ടും ശരീരത്തിലെ കാൽഷ്യം ലെവൽസ് ഇതുപോലെ റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഹോർമോൺസ് ആണ്. അപ്പൊ അതല്ല. പിന്നെ ആൻസർ വരുന്നത് സി ആണ്, തൈമോസിൻ തൈറോക്സിൻ. അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഡി നോക്കാം. സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്. അത് നമ്മുടെ ശരീരത്തിലെ നെർവ് സിസ്റ്റത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ്, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. അത് ഓപ്പോസിറ്റ് ആക്ഷൻസ് ആണ് അതിനുള്ളത്, പക്ഷെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. അതായത് പരസ്പര പൂരകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. ഇനി നമ്മുടെ ആൻസർ വരുന്നത് തൈമോസിനും തൈറോക്സിനും ആണ്. അവർ തമ്മിൽ വലിയ റിലേഷൻ ഒന്നുമില്ല. തൈമോസിൻ എന്ന് പറയുന്നത് എന്താണ്? തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒക്കെ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് തൈമോസിൻ എന്ന് പറയുന്നത്. ഇനി തൈറോക്സിൻ ആണെങ്കിലോ, തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ വളർച്ച, മെറ്റബോളിസം, ഡെവലപ്മെന്റ് അതിനെയൊക്കെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഇത് തൈറോക്സിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വലിയ റിലേഷൻ ഇല്ല. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, തൈമോസിൻ തൈറോക്സിൻ. അടുത്തത്, കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹൃദയാഘാതം. ആൻസർ ഓപ്ഷൻ ഡി. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ജീവകം എ, ഡി, സി, കെ എന്നിവയാണ് കൊഴുപ്പിൽ അലിയുന്നവ. അപ്പോൾ അതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി എന്ന് പറയുന്നത് വെള്ളത്തിൽ അലിയുന്ന ജീവകമാണ്. എ, ഡി, സി, കെയിൽ സിയിൽ ഒരു പ്രശ്നമുണ്ട്. എയും ഡിയും കെയും ഒക്കെ കൊഴുപ്പിൽ അലിയുന്നതാണ്. സി എന്ന് പറയുന്നത് വാട്ടർ സോല്യൂബിൾ ആണ്. അപ്പൊ ഏതൊക്കെയാണ് കൊഴുപ്പിൽ അലിയുന്നത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എ, ഡി, ഇ, കെ ആണ് കൊഴുപ്പിൽ അലിയുന്ന ജീവകങ്ങൾ. ഓക്കെ, അപ്പൊ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത്, ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗര. ശരിയാണ്, B3യുടെ അപര്യാപ്തത മൂലമാണ് പെല്ലഗര ഉണ്ടാവുന്നത്. അടുത്തത്, എല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്ക് ജീവകം എ സഹായിക്കുന്നു. എല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്ക് ജീവകം എ അല്ല, ജീവകം ഡി ആണ് വേണ്ടത്. അപ്പൊ അത് തെറ്റി. അടുത്തത്, ജീവകം കെയുടെ കുറവ് മൂലം സ്കർവി ഉണ്ടാകുന്നു. ജീവകം കെയുടെ കുറവ് മൂലമല്ല, ജീവകം സിയുടെ കുറവ് മൂലമാണ് സ്കർവി എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ഇതിൽ ശരിയായത് ചോദിക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മന്തുരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഫൈലേറിയൽ വിരയാണ് മന്തുരോഗം ഉണ്ടാക്കുന്നത്. എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം. ആൻസർ ഓപ്ഷൻ ഡി, പിത്തരസം. എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം പിത്തരസം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിന്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ, പ്രകാശവർഷം, കാൻഡില. അപ്പൊ മീറ്ററും പ്രകാശവർഷവും നമുക്കറിയാം ദൂരത്തിന്റെ യൂണിറ്റുകളാണ്. പ്രകാശവർഷം എന്നൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ലൈറ്റിന്റെ ആണെന്നൊന്നും വിചാരിക്കരുത്. പ്രകാശവർഷം എന്ന് പറയുന്നത് ദൂരത്തിന്റെ യൂണിറ്റ് ആണ്. ഈ സെലസ്റ്റിയൽ ബോഡീസിലേക്കൊക്കെ ഉള്ള ഡിസ്റ്റൻസ് പറയാനാണ് പ്രകാശവർഷം പോലെയുള്ള യൂണിറ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മീറ്ററും പ്രകാശവർഷവും ദൂരത്തിന്റെ യൂണിറ്റ് ആണ്. കാൻഡില എന്ന് പറയുന്നത് ല്യൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ ആൻസർ വരുന്നത് ദൂരത്തിന്റെ യൂണിറ്റ് ചോദിച്ചതുകൊണ്ട് 1, 2 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം എന്ത്? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രകാശ
പ്രകീർണനം കാരണമാണ് മഴവില്ല് ഉണ്ടാകുന്നത്. അടുത്തത്, മണ്ണെണ്ണയുടെ സാന്ദ്രത 810 kg/m³ ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്ര? അപ്പൊ എന്ത് സബ്സ്റ്റൻസിന്റെ ആണെങ്കിലും ആപേക്ഷിക സാന്ദ്രത അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആ ഒരു വസ്തുവിന്റെ സാന്ദ്രതയെ ജലത്തിന്റെ സാന്ദ്രത കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഹരിച്ചാൽ മതി. ജലത്തിന്റെ സാന്ദ്രത വരുന്നത് 1000 kg/m³ ആയിട്ടാണ് നമ്മൾ എപ്പോഴും എടുക്കുക ജലത്തിന്റെ സാന്ദ്രത. അപ്പൊ ഇവിടെ മണ്ണെണ്ണയുടെ സാന്ദ്രത തന്നിട്ട് 810, ജലത്തിന്റെ സാന്ദ്രത നമുക്ക് അറിയണം, അത് എപ്പോഴും 1000 kg/m³ ആയിട്ടാണ് എടുക്കുക. അപ്പൊ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വസ്തുവിന്റെ ആണെങ്കിലും ആ വസ്തുവിന്റെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രതയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? മണ്ണെണ്ണയുടെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രത, അതായത് 810/1000 എന്ന് വരും. അപ്പൊ എത്ര വരും? 0.810 എന്നാണ് ആൻസർ വരിക. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്, 0.810. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, PSLV C-57 ആണ് ആദ്യത്തെ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലൂണാർ റോവറിന്റെ പേര്? എല്ലാ LDCയിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഇത്. റോവറിന്റെ പേര് എന്താണ്? പ്രഗ്യാനാണ്. ഓക്കെ, ലാൻഡർ ആണ് വിക്രം. എന്താണ് കേവല പൂജ്യം ഊഷ്മാവ്? ആൻസർ ഓപ്ഷൻ സി, -273°C നമ്മൾ എന്ത് പറയുന്നത്? കേവല പൂജ്യം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആയിട്ട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, S ബ്ലോക്ക് P ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹൈഡ്രജൻ. ലോഹങ്ങള് ഡൈല്യൂട്ട് ആസിഡുമായിട്ടുള്ള പ്രവർത്തനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ഗ്യാസ് ആണ്. പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരത്വം? ആൻസർ ഓപ്ഷൻ ബി ആണ്, കാർബൺ നാനോ ബഡുകളാണ് പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, 50 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് 2 പാർട്ടുകളിലായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് കരുതുന്നു. ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.